ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയ പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പഴം വെച്ചിട്ട് ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് പഴം വേണമെങ്കിൽ, ചെറിയ പഴത്തിൻ്റെ ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അല്ലാതെ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പഴം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കറുത്ത് പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങ് ചിലവാകാത്തൊരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ശർക്കര, അല്ലെങ്കിൽ ഒരു 3 ആണി ശർക്കര ഇട്ടോ. അപ്പോൾ അത്രയും ശർക്കര ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നൂൽ പരുവത്തിലാവുക, ഒരുപാട് കുറുക്കിയെടുക്കുന്ന ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ശർക്കര ഒന്ന് ഉരുക്കിയാൽ മാത്രം മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളതൊന്നിങ്ങനെ അരിച്ചെടുക്കുകയാണ്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ശർക്കരയാണ് ഇതിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു കളറൊന്നും ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് വരുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2.5 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാൻ ശേഷം നമ്മളിതിലേക്ക് ഒരു 8-10 കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കാഷ്യൂനട്ടൊന്നും ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഒരു 5-6 കിസ്മിസ്, ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്കൊരു 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ പഴം നിറച്ചതിനൊക്കെ നമ്മൾ ചെയ്യില്ല, അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ആ ഒരു നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്കൊരു 3 പഴം കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു പഴം എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരാൻ കുറച്ചും കൂടെ നെയ്യ് വേണ്ടി വരും. ആ ഒരു പഴം നന്നായിട്ട് ആ ഒരു നെയ്യിൽ ഇങ്ങനെ വരട്ടിയെടുക്കുന്ന പോലെ ആവണം. കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഒരുപാടങ്ങ് ഉടച്ചെടുക്കില്ല. അപ്പോൾ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നിൽക്കാതെ കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പഴമൊക്കെ കണ്ടില്ലേ, നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ ഒരു മധുരമൊക്കെ അതിലേക്ക് ശരിക്കും അങ്ങ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് ആ ഒരു നെയ്യൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പകുതിയും പകുതിയായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പും ഗോതമ്പ് പൊടി തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഫൈബറിൻ്റെ വിസ്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊരു പാടായിരുന്നു മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുമല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ആ ഒരു ശർക്കര പാനി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൽ വെള്ളം പോരാട്ടോ. കാരണം കുറച്ചിങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടുതൽ വേണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. ആദ്യം എൻ്റെ മോനായിരുന്നു കേട്ടോ മിക്സ് ചെയ്യാൻ വന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്കിങ്ങിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ അവനക്കത് പറ്റുന്നില്ല. കാരണം ഇതൊരു ഫൈബർ ടൈപ്പ് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് കട്ടയൊന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം നെയ്യുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പഴത്തിനൊക്കെ കൂടെ തന്നെ ആ ഒരു നെയ്യൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിലേക്കൊന്ന് വടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ബാറ്ററിലേക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ്ചർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മധുരമൊക്കെ ഒന്നിങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങളപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനിയൊന്ന് ആവി കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യൊന്നിങ്ങനെ തടവിയിട്ട് ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഈ സ്റ്റീലിൻ്റെയൊക്കെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊരു വലിയൊരു പാത്രം ആയതുകൊണ്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തോട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ അതിൻ്റെ ഒരു തട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ടൊരു 40 മിനിറ്റോളം ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആ ഒരു അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങൾ ഇടയ്ക്കൊന്നിങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ സ്ക്യൂവറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കുക കേട്ടോ. മാവ് അതിലിങ്ങനെ പറ്റി പിടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പം ഞാനൊരു അരമണിക്കൂറായ സമയത്ത് നോക്കിയപ്പം കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ടായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റോളം ഞാനിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ചെറിയ പഴവും പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊരു കുക്കിംഗ് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തു. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഒന്നിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വിടുവിക്കാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്കൊന്ന് തട്ടി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടിന്നിൻ്റെ താഴെ ഭാഗത്ത് മാത്രം കുറച്ചൊന്നിങ്ങനെ ആ ഒരു മാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇനി ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മോളിങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമുക്ക് പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് സ്നാക്കാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അകത്തൊക്കെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കഴിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു കാഷ്യൂനട്ട്, മുന്തിരി, അതുപോലെ തേങ്ങയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നെയ്യിൽ മൂപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആവിയിലൊക്കെ വേവിച്ചുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. പൊതുവേ ചെറിയ പഴം ഇങ്ങനെ ഒരുപാട് കറുത്ത് വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.